അപ്പോൾ പ്രഫുല്ലചന്ദ്രൻ അരുവിക്കര ക്ലിനിക്ക് ഡെന്റിസ്റ്റായിട്ട്. വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് ഇപ്പം കാനഡയിലാണ്. നമ്മൾ കാനഡയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 1 year ആയിട്ട് രണ്ടാമത്തെ മോനെ പഠിപ്പിക്കാനായിട്ട് വൈഫ് കൊണ്ടുപോയി. ഇപ്പം കാനഡയിൽ ഇപ്പോൾ പോയിരിക്കുകയാണ്. ഇവിടെ തനിച്ചാണ്. മൂത്തൊരു മോനുണ്ട്, അവന് ഡൽഹിയിൽ ജോലിയായിരുന്നു. അവനിപ്പോൾ പോയിട്ട് 1 month ആയി. പ്രൊബേഷൻ കഴിഞ്ഞിട്ട് കാനഡയിലോട്ട് പോയി. താമസം പേരുക്കട. അതെ. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമോ? ഇല്ല, ഞാൻ ഉണ്ടാക്കാനൊക്കെ അറിയാം. നമ്മൾ കാനഡയിലായിരുന്നപ്പോഴേക്കും ഷിഫ്റ്റ് വെച്ച് കുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ പക്ഷെ ഒരു മെയ്ഡുണ്ട്, അങ്ങനെ ഹെൽപ്പറുണ്ട് വീട്ടില്. ഇദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ച് എന്താ പറയുന്നത്? വളരെ നല്ല അഭിനയമാണ്, എക്സലന്റ്. ഞാൻ ഇപ്പോഴത്തെ ഈ മൊട്ട പോലീസിന് 100ൽ 100 മാർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ തുടക്കത്തിലെ വിനോദശാല എന്നൊരു സീരിയലൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ അഭിനയം പഠിച്ചു വരുമായിരുന്നു. പക്ഷെ ഇപ്പം എക്സലന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പ്രഫുലിന് അഭിനയ മോഹമുണ്ടോ? എനിക്ക് മോഹമോ ഇല്ലാതെ ഇല്ല സാർ. നമുക്ക് എന്തൊരു വേഷം കൊടുക്കാം? ഒരു വില്ലൻ വേഷം കൊടുത്താലോ? ഭയങ്കര ആഗ്രഹമാണ്. കള്ളം പറയുന്നു. അങ്ങനെ ഭയങ്കര ആഗ്രഹമില്ല. നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ ചെയ്യാൻ പറ്റില്ല സാർ. എനിക്ക് കോമഡി ചെയ്താലല്ലേ പറ്റൂ. അതെ. അല്ല കോമഡിയാ? അല്ല, കോമഡി ചെയ്യാൻ നോക്കണം. അല്ല, നമുക്ക് ഇത് പോലീസാണ്, ഇത് വില്ലനായ കണ്ടപ്പോഴൊരു ബാക്കിലൊരു പോണിട്ട് എന്ന് കാണിച്ചത്. അതെ. കണ്ടോ? അല്ല, ഞാൻ പഠിക്കുമ്പോഴൊക്കെ എല്ലാവരും ഓംപുരി എന്നാണ് വിളിച്ചിരുന്നത്. ഓംപുരി. ഒരു ചെറിയ ചായ ഉണ്ടല്ലേ? നല്ല ചായ പറഞ്ഞപ്പോഴാണ്. ഓംപുരിയുടെ ഒരു നല്ല ചായ ഉണ്ട് സാർ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പുള്ളിയുടെ പോയിട്ട് കഴിഞ്ഞ ഒരു 2 weeks മുമ്പ് ഡബ് ചെയ്തു. അതെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കൂ സാർ. എന്തിന്? ആദ്യമായിട്ടാണ് ലൈഫിൽ ചെയ്യുന്നത്. ആർക്കു വേണ്ടി? അല്ല, സീരിയലില് കുടുംബവിളക്കിന്റെ വേറൊരു ക്യാരക്ടർ പെട്ടെന്ന് എന്നെ കൊണ്ട് സ്റ്റുഡിയോയിൽ ചെയ്യിച്ചു നോക്കി. നന്നായിട്ടുണ്ടായിരുന്നു. അല്ല, ആദ്യം ഇങ്ങനെ റിവേഴ്സ് ആക്ഷനാണ്. ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു കേട്ടോ. സാറേ, സ്റ്റുഡിയോയിലുള്ളവരെല്ലാവരും പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്, ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. അതെ പ്രഫുലേ, ധൈര്യമായിട്ടിരിക്കും. ഇതൊന്നും അറിയില്ല, അറിയാതെ പോയി ചെയ്തതാണ്. അതെ. അപ്പൊ ഈ ഡെന്റിസ്റ്റ് എന്നുള്ള വെറൊരു ഡിഗ്രി മാത്രമാണ് അല്ല, ഡെന്റിസ്ട്രി നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്, അത് വേറെ. എന്നാലും ആഗ്രഹം അഭിനയമാണ്. അഭിനയം ആഗ്രഹം ഉണ്ടെന്ന്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലിയിലേ ഉണ്ട് സാർ. അച്ഛൻ്റെ ബ്രദറൊക്കെ വളരെ പണ്ട്, നമ്മളൊക്കെ 5-6 വയസ്സുള്ളപ്പോൾ തന്നെ ഉമ്മിണിത്തങ്ക അങ്ങനെയുള്ള നാടകത്തിലൊക്കെ നടനായിരുന്നു. പുള്ളിയൊക്കെ ഗവൺമെന്റ് ജോലിയുള്ളവരാണ്, ഓൾറെഡി കാർഷിക കോളേജിലൊക്കെ ജോലിയുള്ള കൊച്ചച്ഛനൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു ബ്ലഡിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് പുള്ളിക്ക് തന്നെയാണ്. അങ്ങനെയാണ്. എൻ്റെ അടുത്ത് പത്മകുമാർ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അനിയൻ അസലായിട്ട് പാടുമെന്ന് പറഞ്ഞു. നല്ലോണം പാടും, പുള്ളിക്ക് അറിയാലോ. അപ്പം ഒരു പാട്ട് നമ്മുടെ പത്മകുമാർ എങ്ങനെ ആരെയും നിരുത്സാഹപ്പെടുത്തരുത്. പണ്ട് ചാൻസ് ചോദിച്ചു പോയപ്പോൾ ഓർമ്മയുണ്ടല്ലേ, മറ്റേ PWD ആണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലേ, അതുപോലെ പാടിക്കോട്ടോ. സാറിൻ്റെ ഒരുപാട് പാട്ടുകൾ, അതിമനോഹരമായ പാട്ടുകൾ എനിക്കിഷ്ടമാണ്. താളവട്ടം എന്നുള്ള സിനിമയിലെ ആ പാട്ട് സാറ് പാടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പാട്ടുണ്ട്. ഏതാ? കൂട്ടിൽ നിന്ന് മേട്ടിൽ വന്ന പൈകിളിയല്ലേ. അത് പക്ഷെ ട്രാക്ക് പാടി ഞാനാ. ആണല്ലേ? ഓക്കെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുരളി സാറാണ് പാടിയിരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുരളി എന്നുള്ള കീബോർഡ് ആർട്ടിസ്റ്റ്. AVM RR സ്റ്റുഡിയോ ഫുൾ ഓഫ് ഓർക്കസ്ട്ര ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ട്രാക്ക് പാടാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നിരിക്കുന്നു. ആ വലിയ ഹാളിൽ, നമ്മുടെ ന്യൂ തിയേറ്ററിൻ്റെ അത്രയും വലിപ്പമുള്ള ഹാളിൽ ഈ മുരളി എന്ന് പറഞ്ഞ കീബോർഡ് ആർട്ടിസ്റ്റ് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്ക് കണക്ട് ചെയ്ത് എനിക്ക് തരുന്നു. എന്നിട്ട് ഫുൾ റിഹേഴ്സലാണ് എല്ലാവരും ഇരുന്നിട്ടുള്ളത്. ആ റിഹേഴ്സലിൽ ഞാൻ പാടിയ പാട്ട് സത്യത്തിൽ ഇന്നത്തെ പോലെ മൊബൈലും എല്ലാം ഉണ്ടായിരുന്ന റെക്കോർഡ് ചെയ്തിട്ട് ആസ്വദിക്കാൻ ഞാൻ പാടി. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ദാസേട്ടൻ വന്ന് പാടി. പക്ഷെ എൻ്റെ പാട്ട് മാഞ്ഞുപോയി. പ്ലീസ് ആ പാട്ടൊന്ന് പാടും. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, വെളിച്ചം കോരി നിൽത്തും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂവുന്നു, കതിരൊളികൾ അലരുന്നു, ഇരുളലകൾ തെളിയുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം പോലെ, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ.
വെരി ഗുഡ്. താങ്ക് യു സാർ. അല്ല ഇതാണ് ഒരു ധൈര്യപൂർവ്വമുള്ള അറ്റംപ്റ്റ്. ഇതിനകത്ത് സാർ എന്നോട് mistakes വരുമ്പോ ഇല്ല. പറഞ്ഞ് പാടിയിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു എന്തായാലും പാടിയിട്ടുണ്ടെന്ന്. സാറ് പാടാൻ പറയുന്നത് എനിക്കറിയാം. എന്താണ് പുള്ളി ഇങ്ങനെ നടക്കുന്ന കാര്യം? നിങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ? സാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പറയാതിരുന്നിട്ടില്ല. ആ. അപ്പോഴൊക്കെ പുള്ളി നോക്കിയിട്ട് ഫോട്ടോ ഒക്കെ നോക്കി ചിലപ്പോ സംസാരിച്ചിട്ട് പറയും "നീ സംസാരിക്കുകയും ചെയ്യും. സംസാരിക്കുകയൊക്കെ അയ്യോ ചെയ്യും. ഇതൊന്നും ഫോണിൽ കഴിഞ്ഞ കിടന്ന് എപ്പിസോഡിൽ സംസാരിച്ചിട്ട്. പറഞ്ഞതേ ഇല്ല കേട്ടാ. ആ എന്നിട്ട് പറയാം നീ വേണേ കിട്ടുക എനിക്ക് വേണ്ട. ഇതാണ് പ്രശ്നം. എന്താണ് പുള്ളിയുടെ? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊരു ക്ലോസ് ഉണ്ടെന്ന് അടിച്ചേൽപ്പിച്ചിരുന്നു. അങ്ങനൊന്നും അല്ല, ആള് ജാമ്പവാനാണ്. എന്നാലും ആളിനെ കണ്ട ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ച. ആളിനെ കണ്ടാൽ അറിയാം. എന്നാലും എന്താണ് കാര്യം? എന്തെങ്കിലും അറിയോ? അല്ല സാർ, ചിലരുടെ കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിക്കാവും. ആ ചിലർ 6 മാസം കൊണ്ട് ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യും. ചിലർ എത്രയോ വർഷം അതേ കാര്യത്തിൽ ശ്രമിച്ചാൽ ക്ലിക്കാവണമെന്നില്ല. അങ്ങനെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. ആ തത്വങ്ങളൊക്കെ ഇവിടെ, കാരണം കാര്യം പറ. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഫുൾ ക്ലിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇഷ്ടപ്പെട്ടവരെ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ കല്യാണം കഴിയുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അല്ലേ പിന്നെ ഇനി വേണ്ടാന്ന് വയ്ക്കണം. അതാണ് എൻ്റെ ഒരു തോന്നിയിട്ടുള്ളത്. സുഖമായിട്ട് നടക്കാം, യാതൊരു ടെൻഷനും ഇല്ല. ഫ്രീ ആയിട്ട് നടക്കാം, എവിടെ വേണേ പോവാം, എന്ത് വേണേ ചെയ്യാം. അങ്ങനെയാണോ ഉദ്ദേശം? അങ്ങനെയല്ല സാർ, എല്ലാത്തിനും നേട്ടവും കോട്ടവും ഉണ്ടല്ലോ ജീവിതത്തിന്. ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു അസുഖം പറയണം പ്രഭുൽ, എന്താണ് കാര്യം? ഒന്ന് അഡ്വൈസ് ചെയ്യൂ. സാർ അത് മേലെ പറമ്പിൽ ആൺവീട് പോലെ ഏറ്റവും ഇളയ ആള് മാത്രമേ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ളൂ നമ്മുടെ വീട്ടില്. അതാണ് സംഭവം. ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിന് ചിലപ്പോൾ ആ കാരണം ഒരു കാരണഭൂതനായിട്ട് മാറും. ചോദിക്കട്ടെ? ചോദിക്കും. ആദ്യം പതുക്കെ പതുക്കെ, ഓക്കെയാണോ? പിന്നെ സ്പീഡ് കൂടും, ഓക്കെയാണ്? പിന്നെ വീണ്ടും പതുക്കെ പതുക്കെ ആവും. ഇതാണ് എന്താണ് കഴിക്കുന്നത്? എന്താണ്? ഒന്ന് ആഴ്ന്നിറങ്ങി ആലോചിച്ച് നോക്ക്. ആദ്യം പതുക്കെ പതുക്കെ, പിന്നെ സ്പീഡ് കൂടും, പിന്നെ അതൊക്കെ വരും. നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതാണ്. സാർ മറ്റേ മെറിഗോ റൗണ്ടാണ് സാർ? എന്താ? അല്ല മറ്റേ വീലൊക്കെ ഇല്ലേ നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കയറി തുടങ്ങിയിട്ട് സ്പീഡ് കൂടി അവസാനം ജയന്റ് വീലോ? ജയന്റ് വീല് ആണോ സാർ? നിങ്ങളെ ഇനി കൂടുതലിട്ട് വട്ടാക്കുന്നില്ല. ട്രെയിൻ. ട്രെയിൻ. അതാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്, നിങ്ങൾ കുറെ പോയിട്ടുണ്ടെന്ന്. ആദ്യം ട്രെയിൻ എടുക്കും പതുക്കെ അല്ലേ, പിന്നെ സ്പീഡ് കൂടും, പിന്നെ ശേഷം വരുമ്പോൾ പതുക്കെ ആവൂലേ? ഓ എന്റെ പ്രഭുല, ഈ പപ്പൻ എവിടം വരെ പോയി? ഷിക്കാഗോയിലൊക്കെ പോയെന്ന് തോന്നട്ടെ എനിക്ക്.